ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കൂൾബാറിനൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്ന ലൈം ജ്യൂസില്ലേ, അതേ ഒരു ടേസ്റ്റിലാട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ള കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 3 എണ്ണം എന്ന നിലയിലാണ് ഞാനിവിടെ കാഷ്യൂനട്ട് എടുത്തിട്ടുള്ളത്. ടോട്ടലായിട്ട് ഞാനൊരു 4 ഗ്ലാസ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു കണക്കിലാണ് ഞാൻ അതിലേക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ കൂൾബാറിനൊക്കെ കഴിക്കുമ്പോൾ ഒരു വൈറ്റ് കളറിലല്ല നമുക്ക് കിട്ടാറുള്ളത്, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഫുള്ളായിട്ടുള്ള ഏലക്കായ കേട്ടോ, 2 എണ്ണം മതിയാവും. 4 ഗ്ലാസ്സിലേക്കുള്ള അളവാട്ടോ പറയുന്നത്. അത് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു കാഷ്യൂലുള്ള വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചില മിക്സിയിൽ അരിഞ്ഞ് കിട്ടാത്ത പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ആ ഒരു ജാറുണ്ടല്ലോ അതിലൊന്ന് അരിച്ചെടുത്തിട്ട് എടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 കപ്പോളം നല്ല തണുത്ത വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. അതിൽ കുറഞ്ഞ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കുറഞ്ഞ അളവിൽ ഇതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പോളം വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു ഗ്ലാസ് എടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നമ്മൾ തൊലിയൊന്നും ഇല്ലാണ്ട് അതുപോലെ അങ്ങ് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കഴിച്ചു പോകുന്നുള്ള ഒരു ഇതൊന്നും വേണ്ട കേട്ടോ. കഴിക്കൊന്നുമില്ല. നമ്മൾ ആ ഒരു അതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതുപോലെ അങ്ങ് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേക്ക് ചിയ സീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കസ്കസോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ കുറച്ച് അളവിൽ കുറച്ച് ബ്ലാക്ക് കസ്കസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ഗാർണിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഒരു മിൻറ്റിൻ്റെ ലീഫ് എന്തെങ്കിലും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് വെച്ച് കൊടുക്കില്ല, അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.